ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഗസ്റ്റ് വരുന്ന ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മക്കളും ഹസ്ബൻഡും പറയും എനിക്ക് ഗസ്റ്റോഫോബിയ ആണെന്ന് പറയും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭക്ഷണം അവർക്ക് ഉണ്ടാക്കുന്നതിലും കൂടുതലായിട്ട് വീട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ എനിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ലീൻ ചെയ്താലും എനിക്ക് മതിയാവില്ല. അപ്പം ഞാൻ നേരത്തെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം വൈകുന്നേരം ഡിന്നർ കണക്കാക്കിയിട്ടാണ് കേട്ടോ അവർ വരുന്നത്. അപ്പോൾ അവരെ ഒന്ന് പുറത്തും കൊണ്ടുപോകണം, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഗോതമ്പ് ദോശയാണ് കേട്ടോ, ഒന്നുമില്ല. ഇതിൽ ഗോതമ്പ് പൊടിയും മുട്ടയും പാലും പിന്നെ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ഇടില്ല. അപ്പോൾ അതിന് പകരം ഉപ്പ് മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് നമ്മളിതിൻ്റെ കൂടെ നമ്മൾ സാധാരണ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ കൂട്ടുന്നത്. മക്കൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഗസ്റ്റിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായി. ഇപ്പോൾ ഞാൻ തലേദിവസം തന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്രിപ്പറേഷൻസൊക്കെ നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ദിവസം ഇങ്ങനെ കഴുകുന്നതും അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ആദ്യം കലക്കി വെക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അപ്പം ഉണ്ടാക്കുന്നത് പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. സാധാരണ തേങ്ങ മറ്റേ പച്ചരി അരച്ചാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കിട്ടുന്ന പൊടിയുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഓരോ പൊടിക്കും ഓരോ മെത്തേഡാണ്. ഇന്ന് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ്. നിറബറയുടെയും ഡബിൾ ഹോഴ്സുമാണ് ഞാൻ സാധാരണ വാങ്ങിക്കാറുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ലിറ്റിൽ ഹെൽപ്പർ വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക്. നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കുള്ള ദിവസമാണ്. എന്നാൽ കൂടെ ഞാൻ അവളെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അനുവദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീനിങ്ങും കൂടെ ചെയ്ത് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പോലെ തോന്നും. അടുക്കളയ്ക്ക് ആകെ മെസ്സപ്പായ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതും ചെയ്തു പോവുകയാണ്, ക്ലീനിങ്ങും ചെയ്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിനുള്ള മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് നമുക്ക് ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം തന്നെ ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചിക്കൻ മപ്പാസ് എന്ന് പറയുമ്പോഴേക്ക് ചിക്കനൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ അന്നേരം ആ ദിവസമാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ ആകെ ഒരു മണമൊക്കെ വരും. അതേസമയം ഈ കഴുകുന്നതും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേദിവസം ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് അപ്പുറത്ത് ഹസ്ബൻഡ് റൂംസും അതുപോലെ തന്നെ ഹോളൊക്കെ ഒന്ന് വാക്യൂം ചെയ്ത് തരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ള വീടായതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയും പിന്നെ അവർ ഈ കഴിക്കുന്ന ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളുടെ പൊടികളൊക്കെ താഴെയും കാർപ്പറ്റിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തിടുകയാണ്. വാക്യൂം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട് നല്ലൊരു ഭയങ്കര ക്ലിയർ ആയ പോലെ തോന്നും കേട്ടോ. ഇത് ഞാൻ ചിക്കൻ മപ്പാസിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതാണ്. എനിക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. ഇതിന് പകരം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതുപയോഗിച്ചാലും മതി കേട്ടോ. ഞാനപ്പോൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ അതായത് റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ചിക്കൻ മപ്പാസ് എന്ന് പറഞ്ഞ ഒരു നാടൻ കറിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എടുക്കണമെന്ന് നിർബന്ധമില്ല. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു സവാളയും കൂടെ നമ്മൾ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ 2 കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ കൊടുക്കുന്നത്. സവാളയൊന്നും ഒരുപാട് ഇങ്ങനെ നമ്മൾ മറ്റ് സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് മയപ്പെട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടികളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പക്ഷേ എനിക്ക് അത് പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലോണം വഴലേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ വഴന്നു പോയി കഴിഞ്ഞാൽ ഈ കറിക്കൊരു മധുരിപ്പ് വരും. നമ്മൾ ഈ തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് കറിക്ക് ഒരുപാട് മധുരിപ്പ് വരാൻ പാടില്ല. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് വഴറ്റുന്നത്. ഒത്തിരി വഴന്നു പോയി ആ സവാള ക്യാരമലൈസ് ആയിട്ട് നമുക്ക് ആ കറിക്കൊരു മധുരിപ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുള്ളൂ കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് ഞാൻ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് ചുറുക്ക് അല്ലെങ്കിൽ നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നാടൻ വിനാഗിരി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആസിഡ് വിനാഗിരി ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കരുത്. അതിന് പകരം തക്കാളി ഇട്ടാൽ മതി. ഒരു തക്കാളി ഒരു 1.5 ഇപ്പോൾ 2 കിലോ ആയതുകൊണ്ട് 2 തക്കാളി ഇടാം. 1 കിലോ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ നല്ലോണം പഴുത്ത തക്കാളി ഇട്ട് കൊടുത്താൽ മതി. നാടൻ ചൊറുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് നൽകുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങാപ്പാൽ, അതായത് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് അധികം എടുക്കണം. നമുക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം രണ്ടാമത്തെ തേങ്ങാപ്പാൽ എടുക്കണം. തലപ്പാൽ പക്ഷേ നമ്മൾ നല്ല കട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ തേങ്ങാപ്പാൽ ചേർത്തുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ തലപ്പാൽ പിഴിയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് തേങ്ങ അടിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങ് നീണ്ടുപോകും. അതിപ്പോൾ പായസത്തിനായാലും കറികൾക്കായാലും അങ്ങനെയൊക്കെ തന്നെ. ഞാനപ്പോൾ 2 കപ്പ് തേങ്ങയ്ക്ക് 3/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് തന്നെ 3/4 കപ്പ് ചേർത്തില്ലെങ്കിൽ 1/2 കപ്പാണ് ശരിക്കും, 1/2 കപ്പ് ചേർത്താൽ മതി. പക്ഷേ ഇവിടുന്ന് വാങ്ങിക്കുന്ന തേങ്ങ ആയതുകൊണ്ട് തേങ്ങാപ്പാൽ അതിൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3/4 കപ്പ് തേങ്ങ ചേർത്തില്ലാന്ന് 3/4 കപ്പ് വെള്ളം ചേർത്തില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് അടിഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങിന് പകരം നമുക്ക് കുമ്പളങ്ങയും ചേർക്കാം കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കുമ്പളങ്ങയാണ് അവർ ചേർക്കാറ്. നമ്മൾ ഈ എറണാകുളം സൈഡിലേക്കൊക്കെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചേർക്കുന്നത്. ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ബീഫ് മപ്പാസ് ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ആ കറിക്ക്. പക്ഷേ ചൊറുക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ നാടൻ വിനാഗിരി കിട്ടുവാണെങ്കിൽ അത് ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മളുടെ ക്രിസ്ത്യൻ വീടുകളിലെ ഞായറാഴ്ചത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ബീഫ് മപ്പാസാണ് കേട്ടോ. അതും പുട്ടും ഭയങ്കര ടേസ്റ്റാണ്. നമുക്കതല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റും ഞായറാഴ്ചകളിൽ ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര കൊതി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തലപ്പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന എല്ലാ കറികളും എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ തലപ്പാൽ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. തലപ്പാലിൻ്റെ അളവനുസരിച്ചിട്ട് 2-3 ഭാഗങ്ങളായിട്ട് ചേർത്ത് കൊടുത്താണ് നമ്മൾ ആ കറികൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തലപ്പാലിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു. വീണ്ടും കറി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ബാക്കിയുള്ള തലപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അവസാനത്തെ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് നേരോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ ചിക്കൻ, മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഗസ്റ്റ് വരുന്ന സമയത്തല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് രാവിലെ ഉണ്ടാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കറി ആ പാത്രത്തിലിരുന്ന് പാകപ്പെടും. അങ്ങനെ പാകപ്പെട്ടാൽ മാത്രമാണ് കേട്ടോ ആ കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്.
അപ്പോൾ മപ്പാസൊക്കെ റെഡിയായി. അതോടൊപ്പം തന്നെ വീടിൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തുണി മടക്കുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും അന്നന്നത്തെ തുണി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അതങ്ങനെ അങ്ങ് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. പാതിരാത്രി ആയാലും അതങ്ങ് മടക്കി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു ദിവസം സ്കിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ തുണി അങ്ങനെ കൂടിക്കിടക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കിട്ടിയാൽ പോലും ആ തുണി മടക്കി അങ്ങ് ഒതുക്കി വെക്കാനാണ് കേട്ടോ ഇപ്പം എനിക്കിഷ്ടമായിട്ടുള്ളത്. ഇത് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ വളരെ ബുദ്ധിമുട്ടി ശ്രമിക്കുന്ന, അതായത് റുട്ടീനാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണിത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിടാറുണ്ട് കേട്ടോ. വാഷ് ബേസിനും അതുപോലെ തന്നെ ടിഷ്യൂ ബോക്സ് വയ്ക്കും അതിൽ. പിന്നെ അതുപോലെ അതിൻ്റെ ഫ്ലോർ ആണെങ്കിലും ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കി ഇടാറുണ്ട് കേട്ടോ. വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടു പോകുന്നൊരു ഭാഗമാണ് അതിൻ്റെ ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലായിരിക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഡോറിലൊക്കെ കയറി പിടിച്ച് എപ്പോഴും അഴുക്കായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞങ്ങൾ ബാൽക്കണിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പ്ലാന്റ്സൊക്കെ ചീത്തയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ഉപയോഗിക്കാത്ത പ്ലാന്റ് പോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പഴയ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, പക്ഷേ ഇതുവരെ ഇതിന് ഉപയോഗവും വന്നിട്ടില്ല. അതുപോലെ ഇത്രയും പ്ലാന്റ് പോട്ട്സിൽ ചെടി വയ്ക്കാനുള്ള സൗകര്യമൊന്നും ഇപ്പോഴത്തെ ബാൽക്കണിയിലില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായി ഗസ്റ്റൊക്കെ വന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവരെ കൂട്ടിയിട്ട് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലാണ് കേട്ടോ പോകുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി പാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ക്രൗഡഡ് അല്ല, പക്ഷേ എന്നാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും കാണാനും ഒക്കെ നല്ല രസമുള്ളൊരു പാർക്കാണ്. അപ്പോൾ അന്ന് ഇവിടെ അവരെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പ്രൈവസി പ്രമാണിച്ചിട്ട് ഗസ്റ്റിനെ കാണിക്കുന്നില്ല, നമ്മളെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ പാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ഇപ്പം നല്ല ചൂടാണ് UAE-യിൽ, പക്ഷേ ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അവിടെ. ഒത്തിരി ചൂടുമില്ല, ചെറിയൊരു കാറ്റും, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ തന്നെയുള്ളൊരു ഫൗണ്ടൻ പോലത്തെ ഒരു വെള്ളത്തിൻ്റെ എന്തോ ഒരു സാധനം. പക്ഷേ ഇവിടെ ആദ്യമൊക്കെ അവർ മടിച്ച് നിന്ന് പോകുന്നു കയറാനൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നനഞ്ഞ് കുളിച്ച് ഒരു പരുവത്തിലായിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ കളിക്കാനുള്ള ഡ്രസ്സൊന്നുമല്ല എടുത്തിരുന്നത്. കാരണം ഒരു പ്രാവശ്യം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇവരിതിലൊന്നും കളിച്ചൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഇവർ ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഫുള്ള് നനഞ്ഞല്ലേ? ദൈവമേ, Baba.